ഞാൻ 2 ആഴ്ച മുമ്പ് കേരളത്തിൽ കാണുന്ന മൂങ്ങകളെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിരുന്നു. കേരളത്തിൽ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന 5 മൂങ്ങകളെക്കുറിച്ചായിരുന്നു അതിനകത്ത് സംസാരിച്ചിരുന്നത്. നിങ്ങൾ കുറേ ആൾക്കാരത് കണ്ടു, കുറേയേറെ നല്ല ഫീഡ്ബാക്കൊക്കെ പറഞ്ഞു. അപ്പോൾ ഇന്ന് ബാക്കി 10 മൂങ്ങകൾ കേരളത്തിൽ കാണുന്നുണ്ട്. ആകെ 15 എണ്ണം ഉള്ളതിൻ്റെ അകത്ത് 5 എണ്ണം ഓൾറെഡി നമ്മൾ സംസാരിച്ചു. ബാക്കി കാണുന്ന 10 മൂങ്ങകളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഹലോ എവരിവൺ, എൻ്റെ പേര് ഡേവിഡ് രാജു. ഞാൻ നാച്ചുറലിസ്റ്റാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 5 മൂങ്ങകളെക്കുറിച്ച് വിശദമായിട്ട് സംസാരിച്ചിരുന്നു. ബാക്കിയുള്ള 10 മൂങ്ങകളുടെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിനെ കാര്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഏതെങ്കിലും മൂങ്ങകളെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് വീഡിയോ ചെയ്യാവുന്നതാണ്. ആദ്യം തന്നെ കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ മൂങ്ങകളിലൊന്നായ സ്പോട്ട് ബെല്ലിഡ് ഈഗിൾ ഔൾ അല്ലെങ്കിൽ കാട്ടുമൂങ്ങയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ കാട്ടുമൂങ്ങ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. ഏകദേശം 65 സെൻറ്റിമീറ്റർ വലിപ്പം വെക്കും. അത് ചിറക് വിടർത്തി കഴിഞ്ഞാൽ ഒരു 140 മുതൽ 160 സെൻറ്റിമീറ്റർ വരെ ചിറകിന് നീളമുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത നല്ല ചാര നിറത്തിലുള്ള ഒരു വലിയ മൂങ്ങയാണ്. ദേഹത്തൊക്കെ നല്ല കറുത്ത പൊട്ടുകളൊക്കെ ഉണ്ട്. അതിനെ നമ്മൾ ആദ്യം കാണുമ്പോൾ ശ്രദ്ധിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെവി പോലിരിക്കുന്ന തൂവലുകൾ, വലിയ കൊമ്പ് പോലെ ഇങ്ങനെ 2 സൈഡിലോട്ടിരിക്കുന്ന വലിയ നീളമുള്ള ഈ ചെവികൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. നല്ല കറുത്ത നിറത്തിലുള്ള കണ്ണുകളാണുള്ളത്. അതുപോലെ തന്നെ വലിയ മഞ്ഞ നിറത്തിലുള്ള ചുണ്ടുകളാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ജുവനൈൽസ് ഒക്കെ സാധാരണ വെള്ള നിറത്തിലാണ് കാണപ്പെടുന്നത്. ജുവനൈൽസ് വെള്ള നിറത്തിൽ കാണപ്പെടുന്നു പറയുന്ന സമയത്ത് ഈ പക്ഷി സാധാരണ കാട്ടിലാണ് കാണപ്പെടുന്നത്. വലിയ തിക്കായിട്ടുള്ള കാടുകളിലാണ് കാണപ്പെടുന്നത്. ചില സമയത്തൊക്കെ കാടിൻ്റെയൊക്കെ അടുത്ത് വന്നിട്ടൊക്കെ ഇവർ നെസ്റ്റ് ചെയ്യാറുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് മറയൂർ കാടിനോട് ചേർന്ന് റോഡിനോട് സൈഡിൽ ഈ മൂങ്ങ വന്നിട്ട് കൂട് കൂട്ടിയിരുന്നു. കൂട് കൂട്ടിയെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഹോട്ടലുണ്ട്, 2 നിലയുള്ളൊരു ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളൊരു വലിയ മരത്തെ വന്നിട്ട് കൂട് കൂട്ടി. അപ്പം കുറേയേറെ ഫോട്ടോഗ്രാഫർമാർ ഇത് കണ്ടുപിടിച്ചു. അപ്പം അവർ ഈ ഹോട്ടലിൽ പോയിട്ട് മുറിയെടുത്ത് ഹോട്ടലിൻ്റെ റൂമിൻ്റെ അകത്തുനിന്ന് നല്ല ടെറസിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ട് നോക്കുമ്പോഴത്തേക്കിന് ഈ മൂങ്ങ തൊട്ട് ഫ്രണ്ട് ഇരിക്കുന്ന കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് ആൺപക്ഷിയുടെയും പെൺപക്ഷിയുടെയും ജുവനൈലായിട്ടുള്ള വെള്ള കളറിലുള്ള ആ മൂങ്ങയുടെയൊക്കെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ മൂങ്ങ സാധാരണയായിട്ട് കാട്ടിലാണ് കാണപ്പെടുന്നത്. കാട്ടിൻ്റെ ഉള്ളറയിലൊക്കെ നന്നായിട്ട് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷേ അതുപോലെ തന്നെ ഞാൻ കുറേ സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത്, ഈ മൂങ്ങ കാട്ടിൽ മാത്രമല്ല കാണുന്നത്, കാടിനോട് അടുത്ത് കിടക്കുന്ന ഗ്രാമപ്രദേശത്തൊക്കെ നട്ടപ്പാതിരി ആകുമ്പോഴത്തേക്കും ഈ മൂങ്ങകൾ വരാറുണ്ട്. ചിലപ്പോൾ ഇത് എങ്ങനെ നമുക്ക് കാണാൻ പറ്റും, ചിലപ്പോൾ പരുന്തിനോടൊപ്പം വലിപ്പമുള്ള വലിയൊരു മൂങ്ങയാണിത്. ഇതിൻ്റെ സൗണ്ട് വളരെ പേടിപ്പെടുത്തുന്ന സൗണ്ടാണ്. ഒരു പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിച്ചു പോകുന്ന സൗണ്ടാണ് ഇതിനുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ കാലം കോഴിയുടെയൊക്കെ അതിൻ്റെ സൗണ്ടുമായിട്ട് കിടപിടിക്കുന്ന പേടിപ്പെടുത്തുന്ന ഒരു ഭീതിജനകമായിട്ടുള്ളൊരു സൗണ്ടാണ് ഈ കാട്ടുമൂങ്ങയ്ക്കുള്ളത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇടുക്കിയിലുള്ള എവിടെയൊരു അദ്ദേഹത്തിൻ്റെ വീടിനടുത്തൊക്കെ രാത്രി കാലങ്ങളിൽ വലിയൊരു മൂങ്ങ വരാറുണ്ട്, അത് സൗണ്ട് അത് കേൾക്കാറുണ്ടെന്ന്. ഒരുപക്ഷെ ഈ കാട്ടുമൂങ്ങയായിരിക്കാം അത്. അതുപോലെ തന്നെ ഇതൊരു വലിയ മൂങ്ങയായതുകൊണ്ട് ഇത് വലിയ ജീവികളൊക്കെ പിടിച്ച് തിന്നാറുണ്ട്. നമ്മുടെ മലയണ്ണാനെ പിടിച്ച് തിന്നാറുണ്ട്, വലിയ പക്ഷികളായ മയിലിനെ പിടിച്ച് തിന്നാറുണ്ട്, ഈ കരിമന്തി, നീലഗിരി ലങ്കൂറിനെ പിടിച്ചതായിട്ട് റെക്കോർഡുകൾ പറയുന്നുണ്ട്, ചെറിയ മാനുകളെ പിടിച്ച് തിന്നാറുണ്ട്. ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഈ കാട്ടുമൂങ്ങ പോയിട്ടൊരു മയിലിനെ പിടിച്ച് തിന്നുന്നതും എന്നിട്ട് ഒരു കടുവ വന്നിട്ട് ഈ മൂങ്ങ ഈ മയിലുമായിട്ട് പറന്നു പോകുന്ന സമയത്ത് ഈ കടുവ ചാടിയിട്ട് ഈ മൂങ്ങകളെ അടിച്ചിട്ട് ഇട്ടിട്ട് ഈ കടുവ ചെന്നിട്ട് ഈ മയിലിനെ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ താഴെ ഇടാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് അത് കാണണം. എന്ന് പറഞ്ഞാൽ വലിയ മയിലിനെ വേണേലും ഈ മൂങ്ങയ്ക്ക് പിടിക്കാൻ പറ്റും. ഇത് കേരളത്തിലെ കാടിനോട് അടുത്ത് കിടക്കുന്ന പ്രദേശത്തൊക്കെ വളരെ സാധാരണമായിരിക്കും. രാത്രി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് സാധാരണ വെളിയിലിറങ്ങാറുള്ളത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത് അപൂർവമായിട്ട് കാണപ്പെടുന്നത്. നിങ്ങൾ കാടിനടുത്തൊക്കെ താമസിക്കുന്നവരാണെങ്കിൽ ചിലപ്പം ഡ്രൈവൊക്കെ ചെയ്ത് പോകുന്ന സമയത്ത് നല്ല ഇരുട്ടി കഴിയുമ്പോഴത്തേക്കിന് പോകുന്ന സമയത്ത് ഒന്നെങ്കിൽ ഇതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമായിരിക്കും, അല്ലെ അപൂർവമായിട്ട് ഈ മൂങ്ങയെ കാണാനും പറ്റും. അടുത്തത് ശ്രീലങ്ക ബേ ഔൾ എന്ന് പറഞ്ഞ ഒരു മൂങ്ങയാണ്. അതിന് മലയാളത്തിൽ റിപ്ലി മൂങ്ങ എന്നാണ് ഇതിൻ്റെ പേര്. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമ്മുടെ വെള്ളിമൂങ്ങ പോലൊക്കെ ഇരിക്കും, പക്ഷേ വെള്ളിമൂങ്ങയെക്കാളും സൈസ് കുറവാണ്. അത് നല്ല ഹൃദയാകൃതിയിലുള്ള മുഖമൊക്കെ ഉണ്ട്. പക്ഷേ അത് കണ്ണൊക്കെ അടച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ ഇങ്ങനെ ഒരു ഫേഷ്യൽ ഡിസ്ക് ഒക്കെ നല്ല കൃത്യമായിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കും. ചെറിയൊരു കറുത്ത വര താഴോട്ട് വരുന്ന പോലൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റും. ഇതൊരു കൃത്യമായിട്ടൊരു കാട്ടിൽ വസിക്കുന്ന ഒരു മൂങ്ങയാണ്. ഇത് നമ്മുടെ വെള്ളിമൂങ്ങ പോലെ നാട്ടുമ്പുറങ്ങളിലൊന്നും ഇതിനെ കാണാറില്ല. നല്ല തിക്കായിട്ടുള്ള എവർഗ്രീൻ ഫോറസ്റ്റ്, നല്ല നിത്യഹരിത വനങ്ങളിലൊക്കെയാണ് സാധാരണയായിട്ട് കാണപ്പെടുന്നത്. ഇപ്പം തിരുവനന്തപുരത്തിനോടുള്ള അരിപ്പയിൽ ഇതിനെ കണ്ടെത്തിയിട്ടുണ്ട്, നെല്ലിയാമ്പതി കണ്ടെത്തിയിട്ടുണ്ട്, തട്ടേക്കാടുണ്ട്, ഇത് വയനാടുണ്ട്, സൈലന്റ് വാലി നാഷണൽ പാർക്ക്. ഇങ്ങനെ കേരളത്തിൻ്റെ പല നല്ല തിക്കായിട്ടുള്ള കാടുകളിലൊക്കെ ഈ റിപ്ലി മൂങ്ങ കണ്ടെത്തിയിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഇതിനെ ആദ്യമായിട്ട് കണ്ടത് ഏകദേശം 10-20 വർഷം മുമ്പ് ഞങ്ങൾ തട്ടേക്കാട് ഒരു പക്ഷി നിരീക്ഷണത്തിന് പോയപ്പോഴത്തേക്കിന് എൻ്റെ സുഹൃത്ത് പ്രദീപുമായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ തന്നെയുള്ള സുധീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സുഹൃത്ത്, അവിടുത്തെ ഗൈഡാണ്, ബേർഡ് ഗൈഡ് സുധീഷ് തട്ടേക്കാട്. അവനാണ് ഞങ്ങളെ കാട്ടിൽ കൊണ്ടുപോയത്. അപ്പോൾ അവൻ്റെ ഒരു പുസ്തകമുണ്ട്, ബേർഡ്സ് ഓഫ് വെസ്റ്റേൺ ഗാട്ട്സ് എന്ന് പറഞ്ഞ
ഒരു പുസ്തകമൊക്കെ ആയിട്ടാണ് അവൻ ഞങ്ങളെ കാട്ടിക്കൊണ്ടുവന്നത്. അപ്പോൾ പക്ഷിയെ കാണിച്ചു തരും, അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കാണിച്ചു തരും. അപ്പോൾ ഇങ്ങനെ നടക്കുന്നതിനിടെ നല്ല തിക്കായിട്ടുള്ള കാടിൻ്റെ ഇടയ്ക്ക് ഇല തൂർന്ന കാടുകളുണ്ട്, നല്ല തിക്കായിട്ടുള്ള കാട്. അതിൻ്റെ ഇടയ്ക്ക് കുറേയേറെ ഈ കരിയിലൊക്കെ വീണ് കിടപ്പുണ്ട്. അപ്പോൾ നല്ല അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് സുധീഷ് ഒരു മൂങ്ങ കണ്ടുപിടിച്ച് പെട്ടെന്ന് തന്നെ സുധീഷ് ബുക്കൊക്കെ തുറന്നിട്ട് പറഞ്ഞു, ഈ കാണുന്നത് ഈ റിപ്ലി മൂങ്ങ ബേവളാന്ന് പറയും. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ്, ഞങ്ങൾ ആദ്യമായിട്ട് കാണുമായിരുന്നു. സുധീഷ് അതിന് നേരത്തെ മുന്നേ കണ്ടിട്ടുണ്ടെങ്കിലും അവനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞങ്ങൾ പ്രതിഭട്ടൻ്റെ ഒരു വീഡിയോ ക്യാമറ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് കുറേ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട്, അപ്പോൾ തട്ടേക്കാട് ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബേർഡർ അവിടെ ഉണ്ടായിരുന്നു, സുഗതൻ സാർ എന്ന് പറഞ്ഞ്, അദ്ദേഹം സലീം അലിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കൊണ്ട് കാണിച്ചു, ഞങ്ങൾ ഈ ഫോട്ടോ കാണിച്ചിട്ട് പറഞ്ഞു ഇത് ബേവള് തന്നെയല്ലേ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അതെ ഇത് ബേവള് തന്നെയാണ്. അപ്പോൾ അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് ബേവളിനെ കണ്ടത്. അതിനുശേഷം പല പ്രാവശ്യം ബേവളിനെ കണ്ടിട്ടുണ്ട്. തട്ടേക്കാട് തന്നെ പോകുന്ന സമയത്ത് ഉരുളൻതണ്ണി എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇത് റൂസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. റൂസ്റ്റ് ചെയ്യുന്ന അത് സ്ഥിരമായിട്ട് ഒരു സ്ഥലത്തോട്ട് തിരിച്ചു വരാറുണ്ട്. അത്യാവശ്യം ഒരു നിലത്തുനിന്ന് ഒരു 8-10 അടി പൊക്കത്തിലായിട്ടുള്ള നല്ല ഇലച്ചാർത്തുള്ള ഉണങ്ങിയ ഇലച്ചാർത്തുള്ളതിൻ്റെ ഒക്കെ ഇടയ്ക്കാണ് സാധാരണ ഈ പൂങ്ങൾ വന്നിരിക്കണം. ഇത് സാധാരണയായിട്ട് കഴിക്കുന്ന പറഞ്ഞാൽ എലികളെയാണ് കൂടുതലായിട്ട് കഴിക്കുന്നത്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ഒബ്സർവേഷൻ പ്രകാരം അവിടെ തട്ടേക്കാട് തന്നെയുള്ള ഒരു ഗൈഡ്സൊക്കെ പറഞ്ഞിട്ടുള്ളത്, എലിയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ തല ആദ്യം ഇവർ കണ്ടിച്ച് കളഞ്ഞ് അതിൻ്റെ ദേഹം ശരീരം മാത്രമാണ് ഇത് കഴിക്കാറുള്ളതെന്നാണ് പറയുന്നത്. കാരണം ഒരു പക്ഷേ എലിയുടെയൊക്കെ വായിക്കകത്ത് നല്ല പല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് അതിന് ഒരു പക്ഷേ ദഹിപ്പിക്കാൻ പറ്റില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇവർ തല അതിൻ്റെ കടിച്ച് കളഞ്ഞിട്ട് അവർ കഴിക്കുന്നത്. ഇതൊരു പേഴ്സണൽ ഒബ്സർവേഷൻ അവൻ എനിക്ക് പറഞ്ഞതെന്നാണ്. സനു എന്ന് പറഞ്ഞൊരു ബേർഡ് ഗൈഡ് ഉണ്ട് തട്ടേക്കാട്, അവൻ പറഞ്ഞതാണിത്. അതിൻ്റെ ഒരു ഫോട്ടോ അവന് കിട്ടിയിട്ടുണ്ട്. വേറൊരു പ്രത്യേകത ഈ റിപ്ലി മൂങ്ങയുടെ ഇതിൻ്റെ സൗണ്ടാണ്. നമുക്കറിയാമല്ലോ ഇപ്പം കാലംകോഴി മോട്ടൽ വുഡവൾ എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പം കുറച്ച് മുമ്പ് പറഞ്ഞ കാട്ടുമൂങ്ങ സ്പോട്ട് ബെല്ലിഡ് ഈഗിളുകളുടെയൊക്കെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ പേടിച്ച് പോകുന്ന വിറയ്ക്കുന്ന സൗണ്ടാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തമായിട്ട് ഇതിങ്ങനെ വിസിലടിക്കുന്ന പോലത്തെ ഒരു സൗണ്ടാണ് ഈ റിപ്ലി മൂങ്ങയ്ക്കുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇവിടെ വെക്കാം, അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര രസമാണ് ഇതിൻ്റെ സൗണ്ട് കേൾക്കാനായിട്ട്. ഈ റിപ്ലി മൂങ്ങ ഞങ്ങളിവിടെ വയനാട്ടിലും കണ്ടിട്ടുണ്ട്, ഇവിടെ ലക്കടിയിൽ. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2 വർഷം മുമ്പ് ഞങ്ങളിങ്ങനെ കാർ ഓടിച്ച് പോകുന്ന സമയത്ത് പെട്ടെന്ന് അടുത്തുള്ളൊരു ഹോട്ടലിൻ്റെ അവിടെ ഒരു മരം നിപ്പുണ്ട്, ഓപ്പണായിട്ടുള്ള സ്ഥലത്ത് ഒരു മരം മാത്രം. ആ മരത്തിൻ്റെ ഒരു ബ്രാഞ്ചിൽ ഇങ്ങനെ വന്നിട്ടൊരു ബേവൾ ഇങ്ങനെ ഇരിക്കുന്നു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയി, ക്യാമറയൊക്കെ ഉണ്ടായിരുന്നു, കുറേ ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് വയനാട്ടിൽ കുറേയേറെ പക്ഷി നിരീക്ഷകരുണ്ട്. അപ്പം അവർക്കൊരു ഗ്രൂപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബേവൾ വെളിയിലിരിപ്പുണ്ട്, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അപ്പോൾ തന്നെ ലക്കിടിയിലും വൈത്തിരിയിലും ഒക്കെ ഉള്ള കുറേയേറെ ബേർഡേഴ്സൊക്കെ വന്നിട്ട് അതിൻ്റെയൊക്കെ കുറേയേറെ ഫോട്ടോ എടുത്തു. കാരണം ഓപ്പൺ സ്ഥലത്ത് ഇങ്ങനെ ഈ മൂങ്ങ ഇരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പം ഇതിനെക്കുറിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ സ്ഥിരമായിട്ട് മൂങ്ങകളെ ഈ ബേവളിനെ കുറിച്ച് പഠിക്കുന്നവരല്ലേ ഒബ്സർവ് ചെയ്യുന്ന കുറേ ബേർഡ് ഗൈഡ്സ് ഉണ്ട് തട്ടേക്കാടൊക്കെ. അവരോട് സംസാരിച്ചാൽ പറഞ്ഞ് അവർ പറയുന്നത് ചിലപ്പോൾ ഇതൊരു മണ്ടൻ മൂങ്ങയായിരിക്കും. കാരണം രാത്രി കാലങ്ങളിൽ ഇര തേടിയിട്ട് അത് വെളുക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കും. അത് ചിലപ്പോൾ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാടിനോടൊക്കെ അടുത്തുള്ള അല്ലെങ്കിൽ കാടിന് വെളിയിലായിട്ടുള്ള ഏതെങ്കിലും മരത്തിൻ്റെ ബ്രാഞ്ചിലൊക്കെ ചില സമയത്തൊക്കെ വന്നിരിക്കാറുണ്ടെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇത് ഒരു ഓപ്പൺ സ്ഥലത്തായിട്ട് ഒരു ബ്രാഞ്ച് വന്നിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ ബേർഡേഴ്സൊക്കെ വന്നിട്ട് അവിടെ ജീപ്പൊക്കെ നിർത്തിയിട്ട് അതിന് മണ്ടൊക്കെ കയറിയിട്ട് കുറേയേറെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും അവർക്ക്. പക്ഷേ അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല ബേവൾ. പക്ഷേ വേറെ 1-2 ഗൈഡ്സും കുറേ വാച്ചേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വയനാടിൻ്റെ അങ്ങേ സൈഡിലൊക്കെ അവർ കുറേ പ്രാവശ്യം ഈ ബേവളിനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്തത് ബ്രൗൺ ഹോക്കൗൾ അല്ലെങ്കിൽ പുള്ളുനത്ത് എന്നാണ് അതിന് മലയാളത്തിൽ പറയുന്നത്. ഇനി ഇംഗ്ലീഷ് വേറെ പേരുണ്ട്, ബ്രൗൺ ബൂബോക്ക് എന്നും പറയാറുണ്ട്. അതിൻ്റെ സൗണ്ട് അങ്ങനെ ആയതുകൊണ്ടായിരിക്കും ബൂബോക്ക് എന്ന് പറയാറുള്ളത് കൊണ്ടായിരിക്കും അതിൻ്റെ സൗണ്ട് അതിന് ബൂബക്കെന്ന് വിളിക്കാറുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് എളുപ്പത്തിൽ സൗണ്ട് കൂവപ്പ് എന്നുള്ള സൗണ്ടാണ്. ഒരുപക്ഷെ നിങ്ങളെല്ലാവരും ഇപ്പോൾ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു, നാട്ടിൻപുറത്തുള്ളവരും കാടിനടുത്തുള്ളവരും ഒക്കെ ഈ ഒരുപക്ഷെ കേട്ടിട്ടുള്ള ഒരു സൗണ്ടാണ് ഈ ബ്രൗൺ ബൂബോക്കിൻ്റെ അല്ലെങ്കിൽ പുള്ളുനത്തിൻ്റെ സൗണ്ട്. നമ്മുടെ ആലപ്പുഴ ബീച്ചിനടുത്ത് വരെ ഞങ്ങൾ ഈ മൂങ്ങയെ കണ്ടിട്ടുണ്ട്. വളരെ സാധാരണമാണ്, നമ്മുടെ നാട്ടിൻപുറത്തും കാട്ടിലും ഒക്കെ വളരെ സാധാരണമാണ്. നല്ല ചാര നിറമുണ്ട്, അത്യാവശ്യം മീഡിയം സൈസുള്ളൊരു മൂങ്ങയാണിത്. അതിൻ്റെ തലയ്ക്കൊക്കെ നല്ല ബ്രൗൺ കളറിലാണ്, നെഞ്ചത്തൊക്കെ നല്ല ചാര നിറത്തിലുള്ള വരകളൊക്കെ ഉണ്ട്. കണ്ണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മഞ്ഞ കളറിലാണ്, നല്ല തിളങ്ങുന്ന മഞ്ഞ കളറിൽ. നെറ്റിക്കിടയ്ക്ക് ഇങ്ങനെ ഒരു വെളുത്ത പൊട്ട് പോലെയൊക്കെ കാണാൻ പറ്റും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. നല്ല നീളമുള്ള വാലുണ്ട്, വാലിൽ ഇങ്ങനെ പട്ടകളുണ്ട്, കറുത്ത പട്ടകളൊക്കെ ഉണ്ട്. ഇതൊക്കെ കണ്ടാൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് ഈ ബ്രൗൺ ഹോക്കോളിനെ കണ്ടാൽ തിരിച്ചറിയും. ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തേക്കിന് ഇതൊരു പ്രാപ്പിടിയം പക്ഷി, ഒരു ഷിക്രയോ അല്ലെങ്കിൽ ബെസ്സറയോ ഒക്കെ ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവുന്നത്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ പേര് തന്നെ ഹോക്കൗൾ എന്ന് പേര് വരാൻ, കണ്ട ഒരു ഹോക്കിനെ പോലെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഹോക്കൗൾ എന്ന് പേര് വരാൻ കാര്യം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇര പിടിക്കുന്നതിനുണ്ട് പ്രത്യേകത. ഇത് സാധാരണമായിട്ട് ഷഡ്പദങ്ങളെയും ഈയലൊക്കെ പറന്നു പൊങ്ങുമ്പോൾ അതിനെയൊക്കെ പിടിക്കാറുണ്ട്. ഗ്രാസ് ഹോപ്പർ, വെട്ടിൽ,
പിന്നെ ഇടയ്ക്ക് ലിസാർഡ്സും ബാക്കിയുള്ള ചെറിയ പക്ഷികളൊക്കെ പിടിച്ച് തിന്നാറുണ്ട്. മെയിനായിട്ട് ഇവർ പറന്ന് നിന്ന് ആണ് ഇത് ഇര പിടിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൻപുറത്തിനടുത്തൊക്കെ, പ്രത്യേകിച്ച് കാടിനോടടുത്ത് കിടക്കുന്ന സ്ഥലത്തൊക്കെ ലൈറ്റൊക്കെ ഇട്ടിരിക്കുന്നിടത്ത് ഒത്തിരി ഇൻസെക്റ്റുകൾ വരും, ചെറിയ ഷഡ്പഥങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് അതിനെ ഇവർ പറന്ന് നിന്നിട്ട് ഇങ്ങനെ ഹോക്ക് ചെയ്തിട്ട് ഇതിനെ പിടിക്കാറുണ്ട്. അത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഈ മൂങ്ങയുടെ. അടുത്തത് ഇന്ത്യൻ സ്കോപ്സോൾ അല്ലെങ്കിൽ ചെവിയൻ നത്ത് എന്നാണ് ഇതിൻ്റെ മലയാളത്തിലുള്ള പേര്. ഇത് നാട്ടിൻപുറത്തൊക്കെ വളരെ സാധാരണമാണ്, കാട്ടിലൊക്കെ കാണാറുണ്ട് ഈ ചെവിയൻ നത്തിനെ. നല്ല ചാര നിറത്തിലുള്ളതാണ്, ചെവി പോലെ മേളിലോട്ട് ഇങ്ങനെ അതിൻ്റെ ഫെദർ ഇങ്ങനെ മേളിലോട്ടിരിക്കും. അപ്പം എളുപ്പത്തിൽ ഇതിനെ കണ്ടാൽ തിരിച്ചറിയും. അതുപോലെ കണ്ണുകൾക്ക് കറുത്ത നിറമാണുള്ളത്. നമ്മുടെ കാടുകൾ കാണുന്ന വേറെ സ്പീഷീസ് കൊണ്ട് കണ്ടാൽ ഇതുപോലൊക്കെ ഇരിക്കുന്ന ഓറിയന്റൽ സ്കോപ്സോൾ അല്ലെങ്കിൽ സൈരന്ത്രി നത്ത് എന്ന് പറയുന്നത് അതിൻ്റെ കണ്ണുകൾക്ക് മഞ്ഞ നിറമാണ്. ഇതാണ് മെയിനായിട്ടുള്ളതിൻ്റെ ഡിഫറൻസ്. നാട്ടിൻപുറത്തൊക്കെ പ്രത്യേകിച്ച് നല്ല മരങ്ങൾ കൂട്ടമായിട്ട് നിൽക്കുന്നിടത്തോ ഈ മുളകളൊക്കെ നിൽക്കുന്നതിൻ്റെ കൂട്ടത്തിനിടയ്ക്കൊക്കെയാണ് സാധാരണ ഇവർ പോയിട്ടിരുന്ന് റൂസ്റ്റ് ചെയ്യുന്നത്, സാധാരണ വിശ്രമിക്കുന്ന പകൽ സമയങ്ങളിൽ. രാത്രി കാലങ്ങളിലൊക്കെ ഇതിൻ്റെ സൗണ്ട് ഒരുപക്ഷെ കേരളത്തിലുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും കേട്ടിട്ടുള്ള സൗണ്ട് ആയിരിക്കും ഇതിൻ്റെ സൗണ്ട് ഇവിടെ ഞാൻ പ്ലേ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിന് എളുപ്പത്തിൽ. ഇതും വളരെ സാധാരണമാണ് കേരളത്തിലൊക്കെ, നമ്മുടെ കടൽത്തീരം മുതൽ ഇങ്ങനെ കാട് വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ സാധാരണമായിട്ട് കാണുന്ന ഒരു നത്താണ് ഇന്ത്യൻ സ്കോപ്സോൾ. ഈ നത്തുകൾ സാധാരണ പകൽ സമയത്ത് വിശ്രമിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ചിലപ്പോൾ മുളങ്കൂട്ടങ്ങൾക്കിടയ്ക്കായിരിക്കും, അല്ലെങ്കിൽ മരത്തിലുള്ള പൊത്തുകളിലൊക്കെ സാധാരണ ഇരിക്കാറുണ്ട്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലോ സെൻട്രൽ ഇന്ത്യയിലൊക്കെ ടൈഗർ റിസർവുകളിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം, അവിടെ പോകുന്ന സമയത്തൊക്കെ ഈ മരത്തിൻ്റെ പൊത്തുകളിൽ ഈ ഇന്ത്യൻ സ്കോപ്സോൾ സ്ഥിരമായിട്ട് റൂസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാം, മരത്തിൻ്റെ ആ ബാർക്കും ഈ ഔളും ഒരുമിച്ചിരിക്കുമ്പോഴത്തേക്കിന് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പലപ്പോഴും അവിടെയുള്ള ഗൈഡുമാരുടെയൊക്കെ ഒരു സ്ഥിരം ഹോബിയാണ് ഈ മരത്തിൻ്റെ അടുത്ത് കൊണ്ടിങ്ങനെ നിർത്തിയിട്ട് പറയും ഇവിടെ ഒരു മൂങ്ങ ഇരിപ്പുണ്ട് കണ്ടുപിടിക്കാമെന്ന് നോക്കും. നമ്മളവിടെ എല്ലാം ഇങ്ങനെ ചുറ്റും പറയും, സാധാരണ നമ്മൾ മൂങ്ങ എവിടെ തപ്പുന്നത്, മരത്തിൻ്റെ ബ്രാഞ്ചിലൊക്കെ നമ്മൾ തപ്പും. പക്ഷേ നമ്മൾ ഓർക്കത്തില്ല അവിടെ മരത്തിൽ ചെറിയൊരു പൊത്തുണ്ടാവും, അപ്പോൾ പൊത്ത് ഇങ്ങനെ നിറഞ്ഞിട്ട് അതിനൊന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ ആ മൂങ്ങ അവിടെ അങ്ങനെ ഇരിപ്പുണ്ടായിരിക്കും. ചില സമയത്ത് 1, 2, 3 മൂങ്ങകളൊക്കെ ഒരുമിച്ച് ഒരു പൊത്തിൻ്റെ അകത്ത് ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അടുത്തത് ഓറിയന്റൽ സ്കോപ്സോൾ അല്ലെങ്കിൽ സൈരന്ത്രി നത്തെന്ന് പറയുന്നൊരു മൂങ്ങയാണ്. മുമ്പേ പറഞ്ഞ ഈ ചെവിയൻ നത്തിൻ്റെ ഒരു അടുത്ത കസിനായിട്ട് വരും. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത ഇത് 2 കളറേഷൻ കാണുന്നുണ്ട്. ഒന്ന് നല്ല ചെമ്പൻ കളറിൽ നല്ല റൂഫസ് കളറിലും ഒന്ന് ഗ്രേ കളറിലും കാണാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത ചില മോർഫിനൊക്കെ ഇങ്ങനെ മേളിലോട്ട് ചെവി പോലെ കാണാൻ പറ്റും. ഇതിൻ്റെ കണ്ണുകൾ നല്ല ബ്രൈറ്റ് മഞ്ഞ കളറിലായിരിക്കും ഉള്ളത്. മറ്റേ ചെവിയൻ നത്തിൻ്റെ കറുത്ത കളർ, ഇത് തമ്മിൽ നമുക്ക് കണ്ടാൽ എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോറസ്റ്റ് സ്പീഷീസാണ്. ചെവിയൻ നത്തുകൾ നാട്ടിലൊക്കെ കാണാൻ പറ്റുമ്പോഴത്തേക്കിന് ഈ ഓറിയന്റൽ സ്കോപ്സോൾ ഇത് കാട്ടിലാണ് സാധാരണ കാണുന്നത്. കാടിന് വെളിയിലൊന്നും അധികം അങ്ങനെ കാണാറില്ല. കാടിന് അകത്ത് ഇതിനെ സ്ഥിരമായിട്ട് നമുക്ക് കേൾക്കാനും പറ്റും. ഇതിൻ്റെ സൗണ്ടും വളരെ വ്യത്യസ്തമുണ്ട്. ഇതിൻ്റെ സൗണ്ട് ഏകദേശം ഇങ്ങനെ ഇരിക്കും, ട്രക്ക് 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 ഇങ്ങനെ പറയുന്നൊരു സൗണ്ടാണ്. കാട്ടിൽ പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ കേട്ടാൽ തിരിച്ചറിയാൻ പറ്റുന്ന സൗണ്ടാണ് ഈ സൈരന്ത്രി നത്തിൻ്റേത്. വേറൊരു കാര്യം, ഞാൻ കൻഹ നാഷണൽ പാർക്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഈ സൈരന്ത്രി നത്ത് ഞങ്ങൾ ഹോട്ടലിലെ റിസപ്ഷൻ്റെ അടുത്ത് ഒരു മരത്തിൻ്റെ പൊത്തിൽ ഇങ്ങനെ കൂട് കെട്ടി ഇരിക്കും. ഒരു പൊത്തിൻ്റെ അകത്ത് കാണും. അപ്പോൾ അതിൻ്റെ അകത്ത് തള്ളയും 2 കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടിരിക്കും. അപ്പം വൈകുന്നേരം ആകുമ്പോഴത്തേക്കിന് ഒരു 6 മണി 7 മണി ആകുമ്പോഴത്തേക്കിന് ഇരുട്ടുന്ന സമയത്ത് അവിടെ ഒരു മരപ്പട്ടി സ്ഥിരമായിട്ടുണ്ട്. ഈ മരപ്പട്ടി വന്നിട്ട് ഈ മരത്തിലോട്ട് കയറും. അപ്പോൾ തള്ള എന്തോ സൗണ്ട് വെച്ചിട്ട് ഇത് പറക്കുന്ന സമയത്ത് കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ തോന്നുന്നു പറഞ്ഞിട്ട് താട്ടി ചാടി വീഴും. അപ്പോൾ ഈ മരപ്പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്നിട്ട് കുഞ്ഞുങ്ങൾ താഴെ കിടക്കും. ഞങ്ങളുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിനെ പൊക്കിയെടുത്ത് കുറച്ചേരം നിൽക്കുക, മരപ്പട്ടിയൊക്കെ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ മരപ്പട്ടി ഓടിച്ചു വിടാൻ നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഒരു ഏണി അവിടെ വെച്ചിട്ട് ഈ മരത്തെ കയറിയിട്ട് ആ പൊത്തിൻ്റെ അത് തിരിച്ചു വെക്കും. അടുത്ത ദിവസം പിന്നെ അവിടെ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് പിന്നെ അവർ നോക്കുമ്പോഴത്തേക്കും 2 കുഞ്ഞുങ്ങൾ താഴെ കിടപ്പുണ്ടായിരിക്കും. പിന്നെ അതിനെ ഞങ്ങളെടുത്ത് തിരിച്ചു വെക്കുന്ന സ്ഥിരമായിട്ട് ഞങ്ങളുടെ പരിപാടിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കുറേ പ്രാവശ്യം ഈ ഓറിയന്റൽ സ്കോപ്സോളിനെയൊക്കെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കേരളത്തിൽ ഈ ഓറിയന്റൽ സ്കോപ്സോളിനെ ആദ്യമായിട്ട് കണ്ടെത്തിയത് സൈലന്റ് വാലി നാഷണൽ പാർക്കിലുള്ള സൈരന്ത്രി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അതുകൊണ്ടാണ് ഇതിന് മലയാളത്തിൽ സൈരന്ത്രി നത്തെന്ന് പേര് വരാൻ കാര്യം. അടുത്തത് ഇവരുടെ 2 പേരുടെ ഒരു കസിനായിട്ടുള്ള പാലിഡ് സ്കോപ്സോൾ എന്ന് പറഞ്ഞൊരു മൂങ്ങയാണ്. കേരളത്തിൽ ഇത് അത്യപൂർവമായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ മലയാളത്തിലെ പേര് ചാരമൂങ്ങ എന്നാണ്. പേര് പോലെ തന്നെ ചാരക്കളറാണ് ഇതിൻ്റെ നിറവിരിക്കുന്നത്. ദേഹത്തൊക്കെ നെഞ്ചത്തൊക്കെ നല്ല ഫൈനായിട്ടുള്ള കറുത്ത വരകളൊക്കെ ഉണ്ട്. ചെവി നല്ല പ്രോമിനൻ്റ് ആയിട്ട് അതിൻ്റെ തൂവലിങ്ങനെ മേളിലോട്ട് കാണാൻ പറ്റും. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള മഞ്ഞ കണ്ണുകളാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു മൈഗ്രേറ്റ് ചെയ്യുന്നൊരു ഔളാണ്. സെൻട്രൽ ഏഷ്യയിൽ നിന്നും സൗത്ത് ഏഷ്യയിൽ നിന്നും അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന ഒരു ഔളാണ്. സാധാരണയായിട്ട് ഇതിനെ കാണുന്ന നോർത്ത് ഇന്ത്യയിലൊക്കെയാണ്. ഇപ്പം രാജസ്ഥാനും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും സെൻട്രൽ ഇന്ത്യയിലൊക്കെ ഇതിനെ സാധാരണയായിട്ട് കാണപ്പെടും. അത്യപൂർവമായിട്ടാണ് കേരളത്തിൽ എനിക്ക് തോന്നുന്നത് വളരെ കുറച്ച് റിപ്പോർട്ട് മാത്രമേ ഉള്ളൂ. കോൾ നിലങ്ങളിലും അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ആണ് ഇതിനെ അപൂർവമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അടുത്തത് ബ്രൗൺ വുഡ് ഔൾ, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ പേര് കുല്ലിക്കുറവൻ എന്നാണ്. ഇതിൻ്റെ പേര് പോലെ തന്നെ പേടിപ്പെടുത്തുന്ന സൗണ്ട് ഉള്ളതാണ്. നമ്മുടെ കാലം കോഴിയെ പോലെ തന്നെ പേടിപ്പെടുത്തുന്ന ഒരു സൗണ്ടുള്ള ഒരു മൂങ്ങയാണ് ഈ ബ്രൗൺ വുഡ് ഔൾ. ഇത് സാധാരണ കാട്ടിലാണ് കാണപ്പെടുന്നത്. നല്ല തിക്കായിട്ടുള്ള കാട്ടിൽ, ഇപ്പം തട്ടേക്കാടൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ നല്ല ഉയരം കൂടിയ മലയുടെ
മുകളിൽ വരെ ഇതിനെ കാണാറുണ്ട്. ഇപ്പോൾ മൂന്നാറൊക്കെ പോയി കഴിഞ്ഞാലും ഈ ബ്രൗൺ വുഡോളിനെ നമുക്ക് കാണാൻ പറ്റും. ഒരുപക്ഷെ നല്ല വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മൂങ്ങയാണെങ്കിൽ ഹിമാലയത്തിൻ്റെ ഫുട്ട് ഹിൽസ് വരെ ഇതിനെ കാണാറുണ്ട്. ഇതൊരു ബ്രൗൺ കളറിലുള്ള ഒരു അത്യാവശ്യം വലിപ്പം ഉള്ളൊരു മൂങ്ങയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലങ്കോഴിയുടെ ഒക്കെ അത്രയും വലിപ്പമുള്ള ഒരു മൂങ്ങയാണ്. ദേഹത്തൊക്കെ നല്ല ബ്രൗൺ കളറിലാണ് ഇതിൻ്റെ ദേഹം മൊത്തം. നെഞ്ചിലൊക്കെ വെളുത്ത നിറത്തിനകത്ത് കറുത്ത വരകളുണ്ട്. പുറത്തും അതുപോലെ തന്നെ കറുത്ത വരകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. തല നല്ല റൗണ്ട് ഷേപ്പിലും അതുപോലെ കണ്ണിന് ചുറ്റും കറുത്ത വളയങ്ങൾ പ്രോപ്പറായിട്ട് നല്ല ഫേഷ്യൽ ഡിസ്ക് പോലെ തന്നെ ഇരിക്കുന്ന നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ കണ്ണിന് തൊട്ട് മേളിലായിട്ട് ഇവിടെ പുരുകം ഇങ്ങനെ ചേരുന്ന സ്ഥലത്ത് നല്ല വെളുത്ത പുരുകം പോലെ താഴോട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ ബ്രൗൺ വുഡോളിനെ തിരിച്ചറിയാൻ പറ്റും. ഇതൊരു സ്ട്രിക്ട്ലി നൊക്ടേണൽ ബേർഡ് അല്ലെങ്കിൽ രാത്രികാലങ്ങളിൽ മാത്രം വെളിയിൽ ഇറങ്ങുന്ന ഒരു പക്ഷിയാണ്. ഇവിടെയൊക്കെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. വയനാട്ടിലൊക്കെ സ്ഥിരമായിട്ട് ഇതിനെ കാണാറുണ്ട്. കാടിനകത്ത് ആണ് ഇരിക്കുന്നത്. ചില സമയത്ത് കാടിന് വെളിയിലൊക്കെ ഈ കാക്കകളും മറ്റു പക്ഷികളൊക്കെ കൊത്തി ഓടിച്ചുകൊണ്ടൊക്കെ വരുമ്പോഴത്തേക്കിനാണ് നമുക്ക് ചിലപ്പോൾ പകൽ സമയങ്ങളിലൊക്കെ ഇതിനെ കാണാൻ പറ്റുന്നത്. അടുത്തത് ഓസ്ട്രേലേഷ്യൻ ഗ്രാസ് ഓൾ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഗ്രാസ് ഓൾ എന്ന് പറഞ്ഞൊരു മൂങ്ങയാണ്. മലയാളത്തിൽ അതിനെ പുൽമൂങ്ങ എന്നാണ് വിളിക്കുന്നത്. ഒറ്റനോട്ടത്ത് കണ്ട ഒരുപക്ഷെ നമ്മുടെ വെള്ളിമൂങ്ങ പോലൊക്കെ ഇരിക്കും. പക്ഷേ അതിൻ്റെ മുഖത്തൊക്കെ വെളുത്ത നിറത്തിന് പോലെ ഇച്ചിരി ഓറഞ്ച് കൂടിയ കളറൊക്കെയാണുള്ളത്. പുറത്തൊക്കെ കറുത്ത നിറവും നല്ല ഗോൾഡൻ കളറിലൊക്കെ കാണപ്പെടുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേരളത്തിൽ വളരെ അത്യപൂർവമായിട്ട് കാണപ്പെടുന്നൊരു മൂങ്ങയാണ്. എനിക്കൊന്ന് 1-2 സൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. ആ സൈറ്റിങ്ങും ഒത്തിരി പക്ഷി നിരീക്ഷകർ വിശ്വസിക്കുന്നില്ല. കാരണം ഇത് സാധാരണയായിട്ട് കാണപ്പെടുന്നത് നോർത്ത് ഈസ്റ്റിലൊക്കെയാണ്. ഇത് മണിപ്പൂർ, നാഗാലാൻഡ്, ആസാം, വെസ്റ്റ് ബംഗാൾ അവിടെയൊക്കെയാണ് ഈ മൂങ്ങയെ സാധാരണയായിട്ട് കാണപ്പെടുന്നത്. പിന്നെ അത് കാണപ്പെടുന്ന ഓസ്ട്രേലിയയിലും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലും പല രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. ഇത് അവിടെ മാത്രമുള്ളൊരു മൂങ്ങ കേരളത്തിൽ 1-2 പ്രാവശ്യം മാത്രം കണ്ടിട്ടുള്ളതെന്നാണ് കരുതപ്പെടുന്നത്. കൃത്യമായിട്ട് വിവരം ഇല്ല നമുക്കിതിനെക്കുറിച്ച്. ഒരു ബേർഡ് നമുക്ക് കേരളത്തിലെ ഒരുപക്ഷെ ജീവിച്ചിരുന്ന ഏറ്റവും ബെസ്റ്റ് ബേർഡേഴ്സിൽ ഒരാളെന്ന് പറഞ്ഞാൽ തട്ടേക്കാട് ഉണ്ടായിരുന്ന എൽദോസ് എന്ന് പറഞ്ഞൊരു ചേട്ടനായിരുന്നു. അദ്ദേഹം 2-3 വർഷം മുമ്പ് മരിച്ചുപോയി. കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ കാടുകളിൽ നടന്ന് പക്ഷി നിരീക്ഷണം നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹം എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം തേക്കടിയിൽ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അകത്ത് ഒരു ഹോട്ടലുണ്ട്, അകത്ത് താമസിക്കാൻ പറ്റും. ആരണ്യ നിവാസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. നമ്മൾ തേക്കടി പോയിട്ട് അവിടെ ബോട്ടിലൊക്കെ കയറിയിട്ടാണ് ആരണ്യ നിവാസത്തിലോട്ട് പോകുന്നത്. അത് KTDCയുടെ ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലുള്ള വലിയൊരു ഗ്രാസ് ലാൻഡ് ഉണ്ട്. അവിടെ ആ ഗ്രാസ് ലാൻഡിൻ്റെ അകത്ത് തൊട്ട് വെളിയിലായിട്ട് ഈ മൂങ്ങ വൈകുന്നേരങ്ങളിൽ പറക്കുന്നത് യെൽദോസേട്ടൻ കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മൂങ്ങയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ പുൽക്കൂട്ടങ്ങളിലിടയ്ക്കാണ് ഇത് താമസിക്കുന്നത്. നിലത്തിരിക്കുന്ന ഒരു ഔളാണ്. ഇന്ന് മാത്രമല്ല അത് കൂട് കെട്ടുന്നതും ഈ പുല്ലിൻ്റെ ഇടയ്ക്കാണ്. പുല്ലിൻ്റെ ഇടയ്ക്ക് കൂട് കെട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ ചെറിയ വഴിയൊക്കെ അവർ ഉണ്ടാക്കിയിടും. പുല്ലിൻ്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ ചെറിയൊരു ടണൽ പോലെ വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ മുട്ടയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇത് ഇപ്പോഴും കേരളത്തിലെ ബേർഡേഴ്സ് ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇപ്പം ആർഗ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷിയാണ്. കേരളത്തിൽ ഈ പക്ഷി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ. അതുപോലെ തന്നെ ഈ മൂങ്ങയ്ക്ക് നല്ല നീളമുള്ള കാലാണുള്ളത്. അപ്പം അത് ഈ പുല്ലിനിടയ്ക്കൂടെയൊക്കെ ഇവർ, ഞാൻ പറഞ്ഞല്ലോ, ടണലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നെസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെ അകത്തൂടെ ഓടാനായിട്ട് ഇവരെ സഹായിക്കും ഈ നീളമുള്ള കാലുകൾ. അതുപോലെ തന്നെ പറക്കുമ്പോഴത്തേക്കും ഇവരുടെ ഈ നീളമുള്ള കാലുകൾ ഇവർ പുറകോട്ട് ഇങ്ങനെ നീട്ടി വെച്ചിട്ടാണ് പറക്കുന്നത്. അതൊക്കെ കണ്ട എളുപ്പത്തിൽ നമുക്ക് ഇതിനെ തിരിച്ചറിയാൻ പറ്റും. ഗ്രാസ് ലാൻഡിൻ്റെ മേളിൽ കൂടെ ഈ കാലൊക്കെ നീട്ടി വെച്ച് പറക്കുന്ന ഈ മൂങ്ങ വെള്ളിമൂങ്ങ പോലെ ഇരിക്കുന്ന മൂങ്ങ ആണെങ്കിൽ ഒരുപക്ഷെ അത് ഈ ഗ്രാസ് ഔൾ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അടുത്തത് ഇന്ത്യൻ ഈഗിൾ ഔൾ അല്ലെങ്കിൽ റോക്ക് ഈഗിൾ ഔൾ എന്ന് ഇതിന് വേറെ പേരുണ്ട്. മലയാളത്തിൽ ഇതിൻ്റെ പേര് കൊമ്പൻ മൂങ്ങ എന്നാണ്. ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മൂങ്ങയാണ്. കൊമ്പൻ മൂങ്ങ എന്നുള്ള പേര് പോലെ ഇങ്ങനെ കൊമ്പ് പോലെ മേളിലോട്ട് നല്ല ഇയർ ടഫ്റ്റൊക്കെ മേളിലോട്ടിരിക്കും. നല്ല ബ്രൗണിഷ് ഡാർക്ക് കളറിലുള്ളതാണ്. നല്ല ദേഹത്തൊക്കെ നല്ല കറുത്ത പട്ടകളൊക്കെ താഴോട്ട്, നല്ല വരകളൊക്കെ താഴോട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത കണ്ണിന് നല്ല ബ്രൈറ്റ് ഓറഞ്ച് കളറാണ്. അപ്പോൾ ദൂരെ നിന്ന് കണ്ടാൽ തന്നെ ഇതിനെ തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ വേറെ പ്രത്യേകത, ഇത് സാധാരണയായിട്ട് നിലത്തിരിക്കുന്ന റൂസ്റ്റ് ചെയ്യുന്നൊരു പക്ഷിയാണ്. നിലത്തിരിക്കുന്ന പറയുമ്പോൾ സാധാരണ നല്ല പാറകളൊക്കെ കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളും ഏതെങ്കിലും മലയുടെയൊക്കെ ക്ലിഫുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ സ്ഥിരമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കേരളത്തിൽ അത്യപൂർവമാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സൈറ്റിംഗ് ഉള്ള പാലക്കാട് നിന്ന് മാത്രമാണ് ഇതിനെ കൂടുതലായിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അതേസമയം നമ്മൾ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപെട്ട എല്ലാ ടൈഗർ റിസർവിലും എല്ലാ പാർക്കുകളിലും ഒക്കെ ഇവിടെ പാറകളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ സ്ഥിരമായിട്ട് ഇതിനെ കാണാൻ പറ്റും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സത്പുരയിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ സ്ഥിരമായിട്ട് വലിയൊരു കനാലുണ്ട്. കനാലിൻ്റെ സൈഡിലായിട്ട് വലിയ കുറേ ക്ലിഫ് പോലത്തെ സ്ഥലങ്ങളുണ്ട്. അവിടെ സ്ഥിരമായിട്ടൊരു 3-4 എണ്ണം ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം പോകുന്ന സമയത്ത് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം പുല്ലിൻ്റെയും പാറയുടെയൊക്കെ ഇടയ്ക്ക് അതേ ക്യാമഫ്ലാജ്, അതേ നിറത്തിലൊക്കെ അവർ അനങ്ങാതെ പകലിങ്ങനെ ഇരിക്കും. വൈകുന്നേരങ്ങളിലൊക്കെ ഇവർ വെളിയിലോട്ട് പറക്കുന്നതും ചില സമയത്തൊക്കെ അത്യപൂർവമായിട്ടൊക്കെ ഈവനിങ് സമയത്തൊക്കെ മരത്തിലൊക്കെ നമ്മുടെ വണ്ടിയുടെയൊക്കെ തൊട്ടടുത്തൊക്കെ വന്നിരിക്കാറുണ്ട്. അങ്ങനെ എനിക്ക് 1-2 പ്രാവശ്യമൊക്കെ നല്ല ഫോട്ടോസൊക്കെ ഇതിൻ്റെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിരുന്നാലും കേരളത്തിൽ അത്യപൂർവമാണിത്. ഇത് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്ന ഡ്രൈ ആയിട്ടുള്ള വരണ്ട നിലങ്ങളാണ്, പാറക്കെട്ടുകളൊക്കെയാണ് ഇത് സാധാരണയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനെ അടുത്തത് ഷോർട്ട്-ഇയർഡ് ഔൾ, മലയാളത്തിൽ ഇതിന് പൂച്ചമൂങ്ങ എന്നാണ് പേര്. വളരെ അത്യപൂർവമാണ് കേരളത്തിൽ. എനിക്കൊന്ന് 10-ൽ കുറവ് പ്രാവശ്യം മാത്രമാണ് കേരളത്തിൽ ഇതിനെ കണ്ടിട്ടുള്ളത്. ഈ മൂങ്ങയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു മൈഗ്രേറ്ററി സ്പീഷീസ് ഔളാണ്. നോർത്തിലൊക്കെ പ്രത്യേകിച്ച് കാടുകളിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം, ഇത് സാധാരണ ഗ്രാസ് ലാൻഡിലാണ് വിശ്രമിക്കുന്നത്. പകൽ സമയത്തും അധികമായിട്ട് കാണാൻ പറ്റുന്നൊരു മൂങ്ങയാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ഇത് കൂട്ടമായിട്ട് ചിലപ്പോൾ 8-10 എണ്ണമൊക്കെ ഒരുമിച്ച് ഗ്രാസ് ലാൻഡിൽ നിന്ന് പൊങ്ങി പറന്നിട്ട് ഗ്രാസ് ലാൻഡിൻ്റെ തൊട്ട് മേളിൽ കൂടെ ഇങ്ങനെ പറന്നിട്ട് തീറ്റ തേടുന്നതൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. ഈ
ഷോർട്ട് ഇയർ ഡൗളിൻ്റെ. ഈ ഷോർട്ട് ഇയർ ഡൗൾ സാധാരണ ബ്രീഡ് ചെയ്യുന്ന സെൻട്രൽ ഏഷ്യയിലും ഈസ്റ്റ് ഏഷ്യയിലും ഒക്കെയാണ്. അവിടെ നിന്നാണ് ബ്രീഡിങ് കഴിഞ്ഞിട്ട് വിൻ്റർ ആകുന്ന സമയത്ത് അവർ നോർത്ത് ഇന്ത്യയിലോട്ടൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന അപൂർവമായിട്ട് നമ്മുടെ കേരളത്തിലോട്ടൊക്കെ ഈ മൂങ്ങ അപൂർവമായിട്ട് എത്തുന്നത്. വിൻ്റർ സമയത്ത് പ്രത്യേകിച്ച് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിലൊക്കെ നിങ്ങളുടെ അടുത്തുള്ള പുൽമേടുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയിട്ട് വൈകുന്നേരങ്ങളിൽ നോക്കി കഴിഞ്ഞാൽ ഒരുപക്ഷെ കാണാൻ സാധ്യതയുള്ളൊരു മൂങ്ങയാണ് ഈ പൂച്ചമൂങ്ങ അല്ലെങ്കിൽ ഷോർട്ട് ഇയർ ഡൗൾ. കാണാൻ നല്ല രസമാണ്, അത്യാവശ്യം വലുപ്പമുണ്ട്, ഇതിന് നല്ല റൗണ്ട് ഫേസ് ആണുള്ളത്. ഇതിൻ്റെ ഫേസ് മാർക്കിംഗ് ഒക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു മൂങ്ങയാണ് ഈ ഷോർട്ട് ഇയർ ഡൗൾ. ഈ ഷോർട്ട് ഇയർ ഡൗൾ അഥവാ പൂച്ചമൂങ്ങയ്ക്ക് കുറേയേറെ പ്രത്യേകതകളുള്ളൊരു മൂങ്ങയാണ്. ഇത് ലോകത്തൊക്കെ എമ്പാടും വളരെ ഡിസ്ട്രിബ്യൂഷനുള്ളൊരു മൂങ്ങയാണ്. അന്റാർട്ടിക്കയിലും ഓസ്ട്രേലിയയും ഒഴിച്ച് ഒരുവിധപ്പെട്ട എല്ലാ ഭൂഖണ്ഡങ്ങളിലും കാണുന്ന ഒരു മൂങ്ങയാണ് ഈ ഷോർട്ട് ഇയർ ഡൗൾ. അതുപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യുന്ന മൂങ്ങകളിലൊന്നാണ്. ഏകദേശം 10,000 കിലോമീറ്ററൊക്കെ, ചില പോപ്പുലേഷനൊക്കെ 10,000 കിലോമീറ്ററൊക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പകൽ സമയങ്ങളിലൊക്കെ ഹണ്ട് ചെയ്യുന്ന കുറേ പ്രാവശ്യം ആൾക്കാർ ഇത് ഒബ്സർവ് ചെയ്തിട്ടുണ്ട് ഈ മൂങ്ങ. പിന്നെ ഈ മൂങ്ങയുടെ പ്രത്യേകത ഇത് നിലത്താണ് നെസ്റ്റ് ചെയ്യുന്നത്. നിലത്ത് നെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഒരു കാര്യമുണ്ട്, ചിലപ്പോഴൊക്കെ ഏതെങ്കിലും പ്രിഡേറ്റേഴ്സൊക്കെ വന്നിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ മുട്ടയൊക്കെ കട്ടെടുക്കാനായിട്ട് നോക്കുന്ന സമയത്ത് ഇതിന് ബ്രോക്കൺ വിങ് ഡിസ്പ്ലേ എന്ന് പറയും. ചില പക്ഷികളൊക്കെ ബ്രോക്കൺ വിങ് ഡിസ്പ്ലേ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഏതെങ്കിലും പ്രിഡേറ്റേഴ്സ് അടുത്ത് ചെയ്യുന്ന സമയത്ത് ഒരു ചിറകൊടിഞ്ഞിട്ട് ആ പക്ഷികൾക്ക് പറക്കാൻ പറ്റാത്ത രീതിയിൽ അത് ഞൊണ്ടി കുറച്ച് ദൂരമായിട്ട് നടന്നു പോകും. കാരണം ആ പ്രിഡേറ്റേഴ്സിന് അതിൻ്റെ അടുത്തോട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളുടെ അടുത്തുനിന്നോ അല്ലെങ്കിൽ മുട്ടയുടെ അടുത്തുനിന്നോ മാറ്റാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യയാണ് ഈ ബ്രോക്കൺ വിങ് ഡിസ്പ്ലേ. ഇത് പല പക്ഷികളും ചെയ്യാറുണ്ട്. ഈ മൂങ്ങയും ഇത് ചെയ്യുന്നതായിട്ട് പല പ്രാവശ്യം ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൂങ്ങയുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഹോവർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ ചില പരുന്തുകളൊക്കെ ഇങ്ങനെ ആകാശത്ത് ഇങ്ങനെ പറന്ന് നിൽക്കാറുണ്ട്. ഒരു സ്ഥലത്ത് ഇങ്ങനെ പറന്ന് നിന്നിട്ട് എവിടെ താഴെ ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കി നിന്നിട്ട് പറന്ന് നിൽക്കാറുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ പറന്ന് നിന്ന് ഇര തേടാനുള്ള കഴിവ് ഈ മൂങ്ങയ്ക്കുണ്ട്. ഇതൊക്കെയായിരുന്നു 10 മൂങ്ങകളെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 10 മൂങ്ങകളെയും ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുക മാത്രമായിരുന്നു ഇതിൻ്റെ ഉദ്ദേശം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു മൂങ്ങകളെക്കുറിച്ച്. അതിൻ്റെ അകത്ത് മൂങ്ങകളുടെ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ വീഡിയോ കണ്ടാൽ മാത്രമേ ഈ വീഡിയോ കണ്ട് പൂർത്തിയാവുള്ളൂ. അപ്പോൾ രണ്ടുകൂടെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നിങ്ങൾക്ക്. അപ്പം ആ വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ടും ആ വീഡിയോ പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലിടാം. അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഈ മൂങ്ങകളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ മൂങ്ങകളെ ഏതെങ്കിലും മൂങ്ങകളെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വിശദമായിട്ട് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കീപ് വാച്ചിങ് മൈ ചാനൽ. ഇനിയും ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.